ഹിജാബ് വിവാദത്തിൽ അനാവശ്യമായി തലയിട്ട് നാണം കെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ അധികൃതർ സംസാരിച്ച വിഷയം സമവായമായെങ്കിൽ അത് നല്ലതെന്ന് ശിവൻകുട്ടി. അതങ്ങനെ തീരുമെങ്കിൽ തീരട്ടെ, ഈ വിഷയത്തെ ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഒത്തുതീർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ഒരു ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് അതിൽ ഇടപെടും. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല. അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ. അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല. അതിൽ നിന്ന് ഗവൺമെൻറ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല, അല്ല ഒരു കടുത്ത നടപടിയിലെത്തിക്കും പോകുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനന്ദ ശരിയാണ്. ശ്രീനന്ദ, ഈ സ്കൂളിന്റെ അഫിലിയേഷൻ പുതുക്കുന്നതിനടക്കമുള്ള പേപ്പറുകൾ തടഞ്ഞു വെക്കുന്ന സമീപനം ശിവൻകുട്ടിയുടെ ഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാനേജ്മെന്റുകൾ നിലപാട് കടുപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് നിലപാട് തിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മന്ത്രി എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KT, ഹിജാബ് വിവാദത്തിൽ ആദ്യം പറഞ്ഞ മറുപടി ഒന്നുമല്ല ശിവൻകുട്ടി വീണ്ടും ആവർത്തിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാവശ്യമായി തലയിട്ട് നാണം കെട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇവർ മാനേജ്മെന്റും സ്കൂൾ അധികൃതരും സംസാരിച്ചതൊരു സമവായത്തിൽ എത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊരു നിഷ്കർഷമായൊരു നിലപാടിലേക്കാണ് ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. സ്കൂൾ അധികൃതരോട് സംസാരിച്ച് സമവായം ഉറപ്പുവരുത്തട്ടെ, അതിൽ താൻ ഇടപെടേണ്ട ആവശ്യമില്ല, അതങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്നൊരു വളരെ മൃദു സമീപനമാണ് അദ്ദേഹം ഇതിൽ എടുത്തിരിക്കുന്നത്. കാരണം പലരും ഈ കാര്യം ചൂഷണം ചെയ്യാനായി ഈ ഒരു പ്രശ്നം എടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയത്തെ ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നതായി അദ്ദേഹം പരാമർശിക്കുന്നു. ആ ശ്രമങ്ങളൊന്നും തന്നെ നടക്കില്ല, അത് പരാജയപ്പെട്ടു പോകും. താൻ ഇതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് ശിവൻകുട്ടി ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാനും ആ പ്രശ്നത്തെ ഊതിപ്പെരുപ്പിച്ച് ഒരു വലിയ വിഷയമാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്നൊരു നിസ്സംഗമായ ഒരു മനോഭാവമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. കാരണം രാവിലെ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു സംഭാഷണമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തികച്ചും അദ്ദേഹം ഒരു തവണ പറയുന്നത് അടുത്ത തവണ വീണ്ടും മാറ്റി പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. KT, ശരി. ശ്രീനന്ദ SP ആണ് വിശദാംശങ്ങൾ നൽകിയത്.